إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരനായ ഉബയ്യ് ഇബ്നു കഅബ് എന്ന സഹാബിയോട് ഒരിക്കൽ ചോദിക്കുകയാണ്, യാ അബൽ മുൻദിർ, ഓ അബുൽ മുൻദിർ. ഉബയ്യ് ഇബ്നു കഅബിന്റെ മറ്റൊരു പേരാണ് അബുൽ മുൻദിർ എന്നത്. യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅദം.
നിന്റെ കൈകളിലുള്ള അള്ളാഹുവിന്റെ കിതാബിൽ ഏറ്റവും ആഴമായ ഏറ്റവും മഹത്വരമേറിയ ആയത്തേതാണെന്ന് നിനക്കറിയുമോ? സഹാബി മറുപടി പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. യാ അബൽ മുൻദിർ, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബുൽ മുൻദിർ എന്നത്. അതദ്രി അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅലം, അള്ളാഹുവിന്റെ കിതാബിൽ ഏറ്റവും ആഴമായ ആയത്തേതാണെന്ന് നിനക്കറിയില്ലേ? രണ്ടാമതും അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അള്ളാഹുവിനും അവന്റെ പ്രവാചകൻ വഹി ലഭിക്കുന്ന പ്രവാചകനുമാണ് നന്നായി അറിയുന്നത്. സഹാബികളുടെ വിനയമായിരുന്നു, അറിയാമെങ്കിലും അവർ അങ്ങനെയായിരുന്നു ആദ്യം പ്രതികരിച്ചിരുന്നത്. മൂന്നാമത് പ്രവാചകൻ വീണ്ടും തന്റെ ചോദ്യം ആവർത്തിച്ചു, യാ അബൽ മുൻദിർ അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി മഅക അഅലം, നിന്റെ കൈകളിലുള്ള അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും ആഴമായ മഹത്വരമേറിയ ആയത്തേതാണെന്ന് നിനക്കറിയുമോ? മൂന്നാമത്തെ ചോദ്യത്തിന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ആയത്ത് ഓതിക്കൊടുത്തു. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെയും സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് ഉബയ്യ് ഇബ്നു കഅബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉബയ്യ് ഇബ്നു കഅബ് ഓതിക്കൊടുക്കുകയാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ പ്രവാചകൻ ഫളറബ ഫീ സദ്രിഹി, ഉബയ്യ് ഇബ്നു കഅബിന്റെ നെഞ്ചിലേക്ക് തട്ടി പ്രവാചകൻ പറഞ്ഞു, വല്ലാഹി ലിയഹ്നികൽ ഇൽമു അബൽ മുൻദിർ, അബുൽ മുൻദിർ താങ്കൾ യഥാർത്ഥമായ ഒരു വിജ്ഞാനം നേടിയിരിക്കുന്നു. അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുതായി തട്ടുകയാണ്. ഞാൻ ആമുഖമായി ഈ ഒരു ഹദീസ് പറഞ്ഞത്, ഈ ഹദീസിലൂടെ നമുക്ക് ഏറെ സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ 6000-ലധികം ആയത്തുകളിലെ ഏറ്റവും മഹത്വമേറിയ ഒരു ആയത്തേതാണെന്ന് പ്രത്യേകമായി പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസാണ്. ആയത്തുൽ കുർസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരായത്ത്, അത് അഅലമു ആയ എന്നാണ് അറിയപ്പെടുന്നത്. ഖുർആൻ പണ്ഡിതന്മാർ അഅലമു ആയ, ഏറ്റവും മഹത്വമേറിയ വിശുദ്ധ ഖുർആനിലെ ആയത്ത് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ആയത്തുൽ കുർസിയിന് ആയത്തുൽ കുർസി എന്ന് പേര് വരാൻ കാരണം വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ പാദപീഠം ആകാശഭൂമികളെക്കാൾ വിശാലമാണെന്ന കുർസിയിനെ പറ്റിയുള്ള പരാമർശമുള്ളത് കൊണ്ടാണ് ഈ ആയത്തിനെ ആയത്തുൽ കുർസി എന്ന പ്രത്യേകമായ പേര് വന്നത് എന്നാണ് അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ 10 ജുംലകളായി 10 സെന്റൻസുകളായി ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത? 6000-ലധികം ആയത്തുകളുള്ള 114 സൂറത്തുകളുള്ള വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ആഴമായി എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ 10 ജുംലകളിലും 10 സെന്റൻസുകളിലും പ്രതിപാദിക്കപ്പെടുന്ന വിഷയം എന്താണ്? അതിൽ ഒരു വിഷയം മാത്രമാണ് പ്രതിപാദിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മാത്രമാണ്. അവിടെ കർമ്മപരമായ ചരിത്രപരമായ അല്ലാഹുവല്ലാത്ത മറ്റേതെങ്കിലും വ്യക്തികളെ പറ്റി ഒന്നും അവിടെ വിഷയമില്ല. ആയത്തുൽ കുർസിയിൽ ചർച്ച ചെയ്യുന്നത് അല്ലാഹുവിന്റെ നാമങ്ങൾ അവിടെ പറയുന്നു, അല്ലാഹുവിന്റെ മഹത്വങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ പറയുന്നു. അങ്ങനെ അതുമാത്രം ഉൾക്കൊണ്ട ഏറെ മഹത്തരമായ ഒരായത്താണ് ആയത്തുൽ കുർസി എന്നത്. അതിന്റെ ഫളിലുകളിൽ ഒന്നാമത്തെ ഫളിലായി നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലുള്ള നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണ് എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സന്ദർഭങ്ങളിൽ പ്രത്യേകമായി ഓതാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി എന്നത്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകളിൽ കാണാം, ആരെങ്കിലും 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾക്കു ശേഷം ആയത്തുൽ കുർസി പ്രത്യേകമായി പാരായണം ചെയ്യാൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണാം, മൻ ഖറഅ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങൾക്കു ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ കാന ഫീ ദിമ്മത്തില്ലാ ഇലാ സ്വലാത്തിൽ ഉഖ്റ, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് അടുത്ത നമസ്കാരം വരെ.
അപ്പോൾ ഒരാൾ ളുഹ്റിന് ശേഷം ഓതിയാൽ അസർ വരെ, അസറിന് ശേഷം ഓതിയാൽ മഗ്രിബ് വരെ, മഗ്രിബിന് ശേഷം ഓതിയാൽ ഇശാ വരെ, ഇശാക്കു ശേഷം ഓതിയാൽ സുബ്ഹി വരെ, ഇങ്ങനെ 5 നേരത്തെ നമസ്കാരങ്ങൾക്കു ശേഷം പ്രവാചകൻ ഇത് ഓതാൻ കൽപ്പിച്ചു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുരി കുല്ല സ്വലാത്തിൻ മക്തൂബ, ആരെങ്കിലും നിർബന്ധ നമസ്കാരങ്ങൾക്കു ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത്ത്, മരണമല്ലാതെ മറ്റൊന്നും അവനെ സ്വർഗത്തിൽ അവനെ തടയുന്നില്ല. സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ അവനെ തടസ്സമില്ല എന്നാണ്. അപ്പോൾ ആയത്തുൽ കുർസി ഹൃദയത്തിൽ തട്ടി അതിന്റെ ആശയമറിഞ്ഞ് അതിന്റെ അർത്ഥമറിഞ്ഞ് ഒരാൾ പാരായണം ചെയ്താൽ അവന് കിട്ടുന്നത്, അവൻ ഒരു നമസ്കാരത്തിന് ശേഷം ഓതി അടുത്ത നമസ്കാരത്തിന് മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കാവലിലാണെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് ഏറ്റവും മഹത്വമേറിയ ആയത്താണ്. രണ്ടാമത്തത് 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകമായി ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട ആയത്താണ്. മൂന്നാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകമായി ഓതാൻ കൽപ്പിക്കപ്പെട്ട ദിക്റുകളിൽ, അദ്കാറുകളിൽ ആയത്തുൽ കുർസിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സകാത്ത് റമളാൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സകാത്തുൽ ഫിത്റിന്റെ മുതൽ എന്നെ സംരക്ഷിക്കാൻ, അതിന്റെ കാവൽ നിൽക്കാൻ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ അതിന് കാവൽ നിന്നു. അങ്ങനെ രാത്രിയായപ്പോൾ ബൈത്തുൽ മാലിന്, ഈത്തപ്പഴത്തിന് പ്രവാചകന്റെ സഹാബി കാവൽ നിൽക്കുകയാണ്. അബൂ ഹുറൈറ പറയാണ്, ഫഅതാനി ആത്തിൻ, അങ്ങനെ രാത്രി ഞാൻ കാവൽ നിന്നപ്പോൾ എന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. അങ്ങനെ സകാത്തുൽ ഫിത്റിൽ കൈയിട്ട് വാരാൻ ഒരാൾ വന്നു. ഫഅഖദ്തുഹു, ഞാൻ അയാളെ കയ്യോടെ പിടികൂടി. ഫഅസ്ബഹ്തു, അങ്ങനെ ഞാൻ കയ്യോടെ പിടികൂടി. എന്നിട്ട് അദ്ദേഹത്തെ പ്രവാചകനെ ഏൽപ്പിക്കാൻ നിൽക്കുകയാണ് അബൂ ഹുറൈറ. അബൂ ഹുറൈറ പറഞ്ഞു, അദ്ദേഹം ആ വന്ന ആള് എന്നോട് അയാളുടെ പ്രയാസങ്ങൾ പറഞ്ഞു. ഇന്നി മുഹ്താജുൻ, ഞാൻ ആവശ്യക്കാരനാണ്. വഅലയ്യ അയാലുൻ, എനിക്ക് പട്ടിണിയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഹാജത്തുൻ ശദീദ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ അദ്ദേഹത്തെ വിട്ടയക്കുകയാണ്. അങ്ങനെ ഫഅസ്ബഹ്തു, സുബ്ഹിയായപ്പോൾ പ്രവാചകൻ അബൂ ഹുറൈറയെ വിളിക്കുകയാണ്. യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലെ വന്ന ആ ആളെ നീ എന്താണ് അബൂ ഹുറൈറ ചെയ്തത്? പ്രവാചകന് വഹയിലൂടെ ഈ വിവരം അറിയിക്കപ്പെടുകയാണ്. അബൂ ഹുറൈറ പറഞ്ഞു, ഞാൻ അയാളെ പിടിച്ചു, പക്ഷെ അയാളുടെ പ്രയാസവും കഷ്ടപ്പാടും പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വിട്ടയച്ചു. പ്രവാചകൻ പറഞ്ഞു, ഫഇൻ അമാ ഇന്നഹു കദബക്, അയാൾ നിന്നോട് പറഞ്ഞത് കളവാണ്. ഫസയഊദ്, അവൻ ഇന്നും നിന്റെ അടുക്കലേക്ക് വരും. അബൂ ഹുറൈറ കാത്തിരുന്നു. 2-ാം ദിവസം അതേപോലെ സകാത്തുൽ ഫിത്റിൽ കൈയിട്ട് വാരാൻ അതേ സമയത്ത് വരികയാണ്. അദ്ദേഹം പിടിച്ചു. അതേപോലെ പിടിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകന്റെ അടുക്കലേക്ക് നിന്നെ കൊണ്ടുപോയി കൊടുക്കുക തന്നെ ചെയ്യും, നിന്നെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നലെ പറഞ്ഞതിനേക്കാൾ ശക്തമായി അയാളുടെ ആവശ്യങ്ങളും പട്ടിണികളും പ്രയാസങ്ങളും കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളും അയാളിങ്ങനെ പറയാൻ തുടങ്ങി. അബൂ ഹുറൈറ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ലോലമായിരുന്നു. അദ്ദേഹം വിട്ടയച്ചു. അങ്ങനെ വീണ്ടും സുബ്ഹിയായപ്പോൾ പ്രവാചകൻ ചോദിച്ചു, യാ അബാ ഹുറൈറ, മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലെ വന്ന ആ തടവുകാരനെ, ആ വ്യക്തിയെ നീ എന്താണ് ചെയ്തത് അബൂ ഹുറൈറ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യം പറഞ്ഞതിനേക്കാൾ ശക്തമായാണ് പ്രവാചകൻ അയാളുടെ പട്ടിണിയും പ്രയാസവും പറഞ്ഞത്. എനിക്ക് പിടിച്ചു നിർത്താൻ തോന്നിയില്ല, ഞാൻ അയാളെ വിട്ടു. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, അയാൾ പറഞ്ഞത് കളവാണ്. ഫസയഊദ്, അവൻ ഇന്നും നിന്റെ അടുക്കലേക്ക് വരും. 3-ാം ദിനമാണ് അബൂ ഹുറൈറ കാത്തിരുന്നു. അതേപോലെ ആ വ്യക്തി അയാൾ കൈയിട്ട് വാരാൻ വരുന്നു. പ്രവാചകന്റെ അടുക്കലേക്ക് ഏൽപ്പിക്കുമെന്ന് തറപ്പിച്ച് അബൂ ഹുറൈറ പറയാണ്, ഫഖുൽതു, അബൂ ഹുറൈറ പറഞ്ഞു, ഞാൻ അയാളോട് പറഞ്ഞു, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാദാ ആഖിറു സലാത്ത്, ഇത് 3-ാമത്തെ ദിവസമാണ്, ഞാൻ പ്രവാചകനെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അദ്ദേഹം അയാളുടെ തന്ത്രം മാറ്റി. അയാൾ പറഞ്ഞു, വന്നാള് പറഞ്ഞു, ഉഅല്ലിമുക ബികലിമാത്തിൻ ദഅനി, അബൂ ഹുറൈറ നിങ്ങൾ എന്നെ വിടുകയാണെങ്കിൽ, വെറുതെ വിട്ടാൽ, ഉഅല്ലിമുക ബികലിമാത്തിൻ, ഞാൻ ചില കലിമാത്തുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. യൻഫഉകല്ലാഹു ബിഹാ, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില കലിമത്തുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ആ എഗ്രിമെന്റിൽ, ആ ഡിമാൻഡിൽ അബൂ ഹുറൈറ അദ്ദേഹത്തെ വിടാൻ തയ്യാറാകുകയാണ്.
ഇതിനെ ശറഹ് ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത്, അബൂ ഹുറൈറ എന്തിനാണ് ഒരു ഇൽമു പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചത് ഇൽമിനോടും അറിവിനോടുമുള്ള അടങ്ങാത്ത ആഗ്രഹം സഹാബികളുടെ താല്പര്യത്തെയാണ് ഇത് അറിയിക്കുന്നത്. അങ്ങനെ ആ ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഇൽമു? അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളത്. ഇദാ അവൈത ഇലാ ഫിറാശി, നീ രാത്രി നിന്റെ വിരിപ്പിലേക്ക് കിടന്നുറങ്ങാൻ ചെന്നാൽ ഫഖ്റ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫൈന്നക ലയസാല അലൈക മിനല്ലാഹി ഹാഫിൽ, അതേ പ്രഭാതമാകുന്നതുവരെ, സുബ്ഹിയാകുന്നതുവരെ നിന്റെ മേൽ അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. വലാ യഖറബന്നക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ്, സുബ്ഹിയാകുന്നതുവരെ പിശാച് നിന്നിലേക്ക് അടുക്കുകയേയില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സുബ്ഹിയാവുകയാണ്. പ്രവാചകൻ ഇതേപോലെ ചോദിക്കുകയാണ്, യാ അബാ ഹുറൈറ മാ ഫഅല അസീറുകൽ ബാരിഹ, ഇന്നലെ വന്നാൾ നീ എന്താണ് ചെയ്തത്? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ അയാളെ വിട്ടു. റസൂൽ പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖ, അവൻ ഇന്നലെ പറഞ്ഞത് സത്യമാണ്. വഹുവ കദൂബുൻ, എന്നാൽ അവൻ പെരുങ്കള്ളനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അല്പസമയത്തിന് ശേഷം പ്രവാചകൻ അബൂ ഹുറൈറയോട് ചോദിച്ചു, 3 ദിവസം വന്ന് നിന്നോട് സംസാരിച്ചത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? അബൂ ഹുറൈറ പറഞ്ഞു, എനിക്കറിയില്ല, അല്ലാഹു റസൂലുഹു അലം. പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ദാക ശൈത്താൻ, അത് ശൈത്താനാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ശൈത്താൻ പറഞ്ഞു കൊടുത്ത ഒരു പുതിയ അറിവല്ല, മറിച്ച് ആദ്യമേ പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ ആയത്തുൽ കുർസിയുടെ പാരായണം എന്നത് പിശാചിനെ അകറ്റി നിർത്തുമെന്നാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നും പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാവുകയില്ലെന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇതാണ് 3ാമത്തെ കാര്യം. 4ാമത്തത്, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകളുണ്ട്. നമുക്കറിയാം, അദ്കാറുൽ സബാഹ്, അദ്കാറുൽ മസാ, രാവിലെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അദ്കാറുൽ മസാ, വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ, സൂര്യാസ്തമയത്തിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവിടെയും ആയത്തുൽ കുർസി പ്രവാചകൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗുണം പറഞ്ഞെന്താണ്? അങ്ങനെ രാവിലെയും വൈകുന്നേരം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ പൈശാചികമായ ഉപദ്രവങ്ങൾ അവന് ഉണ്ടാവുകയില്ല എന്നാണ്. ഇതാണ് 4ാമത്തെ ഇതിന്റെ മഹത്വം. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അഅലമായ നാമങ്ങൾ പ്രതിപാദിക്കപ്പെടുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും സുന്ദരമായ മനോഹരമായ നാമങ്ങൾ അല്ലാഹുവിനുള്ളതാണ്. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ ആ 99 നാമങ്ങൾ, ആ നാമങ്ങളെ പറഞ്ഞ് ഇന്നലില്ലാഹി 99 ഇസ്മ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. വമൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അത് മനഃപ്പാഠമാക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുക എന്നതല്ല. ഓരോ നാമങ്ങളും അതിന്റെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ അവന് സ്വർഗപ്രവേശനം സാധ്യമാകും. എന്നാൽ ഈ 99 നാമങ്ങളിൽ തന്നെ ഇസ്മുൽ അഅലം എന്ന പ്രത്യേകമായ ഒരു കാറ്റഗറി ഉണ്ട്. എന്താണ് ഇസ്മുൽ അഅലം? മഹത്വരമേറിയ നാമങ്ങളുണ്ട് അല്ലാഹുവിന്. ആ ഇസ്മുൽ അഅലം എവിടെയാണുള്ളത്? ഹദീസുകളിൽ കാണാം, ഇന്ന ഇസ്മല്ലാഹിൽ അഅലം ലഫീ 3 സുവരിൻ മിനൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ ഇസ്മുൽ അഅലം, ഏറ്റവും ഉന്നതമായ മഹത്വരമേറിയ നാമങ്ങൾ, അത് ഖുർആനിലെ 3 സൂറത്തുകളിലാണ്. ഇദാ ദആ ബിഹാ അജാബ്, അത് വെച്ച് ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആയിന് ഉത്തരം നൽകപ്പെടും. എന്നിട്ട് പ്രവാചകൻ 3 സൂറത്തുകൾ പഠിപ്പിച്ചു. സൂറത്തുൽ ബഖറയിലാണ്, സൂറത്തു ആലു ഇംറാനിലാണ്, അതേപോലെ തന്നെ സൂറത്തു ത്വാഹയിലാണ്. അബൂ ഉമാമ, ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന അബൂ ഉമാമത്തുൽ ബാഹിലി, അദ്ദേഹം പറയാണ്, ഫൽതമസ്തുഹാ ഫവജദ്തുഹാ, ഞാൻ ആ സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ തെരഞ്ഞു. ഫവജദ്തുഹാ, ഞാൻ അതിനെ കണ്ടെത്തി. ഫീ സൂറത്തിൽ ബഖറ, അൽ ബഖറയിലെ നമ്മൾ ഓതിയ ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യ് അൽ ഖയ്യൂം. അതേപോലെ 2ാമത്തെ സൂറത്ത് ആലു ഇംറാനിലെ ആദ്യത്തെ ഭാഗത്ത് അലിഫ് ലാം മീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. 3ാമത്തെ സൂറത്തു ത്വാഹയിലെ 111ാമത്തെ ആയത്ത് വഅനത്തിൽ വുജൂഹ് ലിൽ ഹയ്യിൽ ഖയ്യൂം,
അപ്പോൾ ഈ 3 ആയത്തുകളിലും വന്ന അള്ളാഹുവിന്റെ ഇസ്മാണ് അൽ ഹയ്യ്, അൽ ഖയ്യൂം എന്ന 2 നാമങ്ങൾ. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ആദ്യമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനാണ് അൽ ഹയ്യ്. അതേപോലെ അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ, അൽ ഖായിമു ലിദാത്തിഹി വൽ മുഖീമു ലിഗൈരിഹി, സ്വയം നിലനിൽക്കുകയും മറ്റതിനെ എല്ലാം നിലനിർത്തുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് അൽ ഖയ്യൂം. അപ്പോൾ അൽ ഹയ്യ്, അൽ ഖയ്യൂം എന്നത് അള്ളാഹുവിന്റെ ഇസ്മുൽ അഅലമാണ്. ആ ഇസ്മുൽ അഅലം ഉൾപ്പെട്ടിരിക്കുന്ന ആയത്താണ് ആയത്തുൽ കുർസി എന്നത്. 5 മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 8 സന്ദർഭങ്ങളിലാണ് ഒരു വിശ്വാസി ആയത്തുൽ കുർസി ഓതുന്നത്. 8 സന്ദർഭങ്ങളിലാണ് നമ്മൾ പറഞ്ഞു. 5 നേരത്തെ നമസ്കാരങ്ങൾക്കു ശേഷം നമ്മൾ ആയത്തുൽ കുർസി ഓതുന്നു. രാവിലെയും വൈകുന്നേരവും നമ്മൾ ആയത്തുൽ കുർസി ഓതണം. അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതണം. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ ധാരാളം മഹത്വങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാനും പഠിക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ആയത്തുൽ കുർസി കേവലം പാരായണം ചെയ്യുക, അത് കാണാതെ പഠിക്കുക എന്നതിനപ്പുറത്ത് കാണാതെ അറിയാത്തവരുണ്ടാകും. അവർ ഈ ആയത്തിനെ മനഃപ്പാഠമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അൽ ബഖറ സൂറത്തിലെ 255-ാമത്തെ ആയത്തായ ആയത്തുൽ കുർസി ഹിഫ്ളാക്കാൻ നമുക്ക് കഴിയണം. ഹിഫ്ളാക്കിയാൽ മാത്രം പോരാ, അതിന്റെ ആശയം വായിച്ച് പഠിക്കാൻ നമുക്ക് തയ്യാറാകണം. കാരണം നമ്മുടെ ജീവിതവുമായി, നിത്യജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു ആയത്ത്, 8 സന്ദർഭങ്ങളിൽ ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു ആയത്ത്. ആ ആയത്ത് ഹൃദയത്തിൽ തട്ടി ആശയമറിഞ്ഞ് ഓതുമ്പോഴാണ് അതിന്റെ ഗുണഗണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് കാണാതെ പഠിക്കുക, അതിന്റെ അർത്ഥം പഠിക്കുക, അതിന്റെ ആശയം പഠിക്കുക. നമ്മുടെ കുടുംബങ്ങളിലുള്ള ചെറിയ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കുക, അവരെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില മഹത്വങ്ങൾ, ചില ഫദ്ലുകൾ, അത് ചൊല്ലേണ്ട ചില സന്ദർഭങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇൻഷാ അല്ലാഹ് അതിലടങ്ങിയ ആശയങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു ഖുതുബയിൽ സംസാരിക്കാം. നമുക്കറിയാം, ഇസ്ലാമിൽ ഇലെ നേർച്ച എന്നത് നമുക്കറിയാം. നമ്മുടെ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ പലപ്പോഴും നേർച്ച എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ള ചില രംഗങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉറൂസുകളും ഖബറുമായി ബന്ധപ്പെട്ട നേർച്ചകളാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് നേർച്ച എന്ന് പറയുമ്പോൾ കടന്നു വരാറുള്ളത്. നമുക്കറിയാം, മുമ്പും കേരളത്തിൽ ഇത്തരം നേർച്ചകൾക്ക് ആനയിടഞ്ഞ് മരണപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയങ്ങാടി പള്ളി നേർച്ചക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടു, ഒരാളുടെ മരണത്തിന് കാരണമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു നേർച്ച ഇസ്ലാമിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അമ്പലത്തിലെ ഉത്സവങ്ങൾ പോലെ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ജാറങ്ങളിൽ നടക്കുന്ന ഇത്തരം പൂരങ്ങളെ ഒരിക്കലും നേർച്ച എന്ന് വിളിക്കുന്നതും ശരിയല്ല. നമുക്കറിയാം, നേർച്ച എന്ന പദത്തിന് നദിർ എന്നാണ് അറബിയിൽ പറയുക. മലയാളത്തിൽ അതിന് വാഗ്ദാനം, ഭയം, നിർബന്ധം എന്നൊക്കെയാണ് അതിനർത്ഥം. എന്താണ് യഥാർത്ഥത്തിൽ നദിർ? നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്തായ, അനുവദനീയമായ ഒരു കാര്യം, ഒരു കർമ്മം നിർബന്ധമായും ഞാൻ പ്രവർത്തിക്കുമെന്ന് ഒരാൾ പറയുമ്പോൾ അയാൾക്കത് എന്ത് ചെയ്യാണ്? അയാൾ സ്വയം പ്രഖ്യാപിക്കുന്നതിനാണ് മതത്തിൽ, ദീനിൽ നദിർ, നേർച്ച എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന്, തിങ്കളാഴ്ച നോമ്പ് നമുക്ക് സുന്നത്താണ്. എന്നാൽ ഞാൻ ഇനി മുതൽ എല്ലാ തിങ്കളാഴ്ചയും നിർബന്ധമായി നോമ്പെടുക്കും എന്നൊരാൾ അള്ളാഹുവിനെ സാക്ഷിയാക്കി പറഞ്ഞാൽ, നേർച്ച നേർന്നാൽ, അയാൾക്കത് നിർബന്ധമായി. തിങ്കളാഴ്ച നോമ്പ് സുന്നത്തേ ഉള്ളൂ, പക്ഷെ അങ്ങനെ ഒരാൾ പറയുന്നതിലൂടെ അയാൾക്കത് നിർബന്ധമായി മാറി. ഒരാൾ ആടിനെ, ഒരു ഉരുവിനെ അറുത്ത് അയാള് പാവങ്ങൾക്ക് ദാനം ചെയ്യുക എന്നത് നിർബന്ധമല്ലാത്ത ഒരു ഐച്ഛികമായ ഒരു കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്.
എന്നാൽ ആ ഒരു കാര്യം ഞാൻ ആടിനറുത്ത് ദാനം ചെയ്യൽ എന്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ അതിനെ നേർച്ചയാക്കി അയാളിലേക്ക് അത് നിർബന്ധമായി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാനിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. നേർച്ച അവർ നിറവേറ്റുകയും ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവൻ ഭയപ്പെടുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നദറുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഇവിടെ നേർച്ച എന്നത് ഒരു ഇബാദത്താണ്. നല്ല കാര്യങ്ങളിലും അള്ളാഹുവിനുള്ള അനുസരണയിലും മാത്രമേ നേർച്ചയുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും നേർച്ച നേർന്നാൽ അത് പാലിക്കേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, മൻ നദറ അൻ യുതി അല്ലാഹ ഫൽയുതിഉഹു. ആരെങ്കിലും അല്ലാഹനെ അനുസരിക്കുന്ന കാര്യത്തിൽ നേർച്ച ചെയ്താൽ അവനത് പൂർത്തിയാക്കട്ടെ, അവനത് അനുസരിച്ചു കൊള്ളട്ടെ. വമൻ നദറ അൻ യുഅസിയഹു ഫലാ യഅസിഹി. എന്നാൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ഒരാൾ നേർച്ച ചെയ്താൽ അയാൾ അത് നിറവേറ്റാതിരിക്കട്ടെ എന്നാണ്. ഇവിടെ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നു. മൻ ദബഹ ലിഗൈരില്ല, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച, അള്ളാഹുവിനുള്ള നേർച്ച പോലും ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച ഒഴിവാക്കണമെന്ന കാര്യത്തിൽ പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ല. നേർച്ച അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത മറ്റു വല്ലവരുടെയും പ്രീതിക്കായി നേർച്ച നേരുകയാണെങ്കിൽ അത് അവർക്കുള്ള ഇബാദത്തായി മാറും, അത് അള്ളാഹുവിൽ പങ്കുചേർക്കലായി മാറും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ, അവൻ വലിയ ഒരു അപരാധമാണ് അള്ളാഹുവിന്റെ മേൽ കട്ടിച്ചമിച്ചിരിക്കുന്നത്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ സ്വർഗ്ഗം നിഷിദ്ധമാകും, നരകമാണ് അവന്റെ സങ്കേതം. അതേപോലെ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശത്തിൽ കാണാം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലാഹുവിൽ മോനെ നീ ഒന്നിലും പങ്കു ചേർക്കരുത്, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. തീർച്ചയായും ശിർക്ക് എന്നത് അത് വമ്പിച്ച അപരാധമാണ്. അതുകൊണ്ട് തന്നെ ഏത് നേർച്ച എന്ന ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ഒരിക്കലും അത് വഴിമാറിപ്പോകരുത് എന്നാണ്. നേർച്ച എന്ന് പറഞ്ഞാൽ തന്നെ 2 തരമുണ്ട്. വ്യവസ്ഥ വെച്ചുള്ള നേർച്ചകളാണ്. അതായത് വ്യവസ്ഥ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ രോഗം മാറിയാൽ ഇന്നതു ചെയ്യും എന്ന പോലെയുള്ള വ്യവസ്ഥ വെച്ചുള്ള നേർച്ചകളാണ്. മറ്റൊന്ന് വ്യവസ്ഥ വെക്കാതെയുള്ള പൊതുവായുള്ള നേർച്ചകളാണ്. ഇത്തരം നേർച്ചകളുടെ വിധി എന്താണ്? വിശുദ്ധ ഖുർആനിലെ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് വ്യവസ്ഥ വെച്ചുള്ള നേർച്ചകൾ കറാഹത്താണെന്നും പ്രത്യേകം വ്യവസ്ഥ വെക്കാതെയുള്ള നേർച്ച അനുവദനീയമാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാം. 2 തരത്തിലുള്ള നേർച്ചയും കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണാം. എല്ലാ നേർച്ചയും ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും പണ്ഡിത ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏതു തരത്തിലുള്ള നേർച്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ചതായി ഹദീസുകളിൽ നമ്മൾ കാണുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ലാ തൻദുറു ഫഇന്ന അൻ-നദറ ലാ യുഗ്നി മിനൽ ഖദരി ശൈഅൻ വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ. നിങ്ങൾ നേർച്ച നേരരുത്, തീർച്ചയായും നേർച്ച ഖദറിൽ നിന്ന് യാതൊന്നും അധീനപ്പെടുത്തുന്നില്ല. അതുവഴി പിശുക്കന്റെ ധനം യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ, പിശുക്കന്റെ ധനം പുറത്തെടുക്കാമെന്ന് മാത്രമാണ്. എന്നാൽ അനുവദനീയമായ രൂപത്തിൽ നേർച്ച നേർന്നാൽ അത് വീട്ടൽ നിർബന്ധവുമാണ് എന്നതാണ്. ഇപ്പൊ ജാഹിലിയ കാലത്ത് ഉള്ള നേർച്ച പോലും അനുവദനീയമായ കാര്യമായതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൂർത്തിയാക്കാൻ പറഞ്ഞു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന ഉമറ സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റസൂലുള്ളാഹിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കുൻതു നദർതു ഫിൽ ജാഹിലിയ, ഞാൻ ജാഹിലിയത്തിൽ ഒരു നേർച്ച നേർന്നു, അന്ന അഅ്തകിഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി ഇഅ്തികാഫിരിക്കാമെന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഫൗഫി ബിനദ്രിക്, താങ്കളുടെ നേർച്ച പൂർത്തിയാക്കുക. അതേപോലെ തന്നെ മരണപ്പെട്ടവർക്ക് നേർച്ച ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അനന്തരാവകാശികൾ അത് വീട്ടേണ്ടതാണ് എന്നാണ്. സഅദ് ഇബ്നു ഉബാദത്തുൽ അൻസാരി അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹത്തിന്റെ മാതാവ് ഒരു ഫീ നദ്രി കാന അലാ ഉമ്മിഹി, ഉമ്മയുടെ ഒരു നേർച്ചയുണ്ടായിരുന്നു. അത് വീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം പ്രവാചകനെ സമീപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിറവേറ്റാൻ നബി അദ്ദേഹത്തോട് വിധി നൽകുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം നേർച്ച നേർന്നാൽ അത് നിറവേറ്റൽ നിർബന്ധമായി വരും. അയാൾ നേർച്ച നേർന്നാൽ അയാൾക്കത് നിർബന്ധമായി വരും
എന്നതാണ്. അതേപോലെ തന്നെ അതിന്റെ കഫാറത്ത് എന്താണ്? ഒരാൾ നേർച്ച നേർന്നു, എന്നാൽ അത് നിറവേറ്റാൻ കഴിയാതിരുന്നാൽ, അശക്തത കൊണ്ടോ മനഃപൂർവമോ നേർച്ച വിട്ടാതെ ലംഘിച്ചാൽ അതിന് പ്രായശ്ചിത്തം നിർബന്ധമാണ് എന്നാണ്. നേർച്ചയുടെ പ്രായശ്ചിത്തം എന്നത് അത് സത്യലംഘനത്തിനുള്ള, സത്യം പറഞ്ഞ് അതിനെ ലംഘിച്ചാൽ എന്താണോ പ്രായശ്ചിത്തം അതിന്റെ അതേ പ്രായശ്ചിത്തമാണ് എന്നാണ്. കഫാറത്തുൻ നദിരി കഫാറത്തുൽ യമീൻ. ഒരു നേർച്ചയുടെ ലംഘനം അതിന്റെ പ്രായശ്ചിത്തം പ്രതിജ്ഞാലംഘനം പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ നേർച്ച പൂർത്തിയാക്കാതിരുന്നാലുള്ള പ്രായശ്ചിത്തം നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് 10 പേർക്ക് ഭക്ഷണം നൽകുക എന്നതാണ്. ഒരാൾ നേർച്ച ലംഘിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞു, അള്ളാഹുവിനെ സാക്ഷിയാക്കി, അയാൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്കതിന് കഫാറത്തുണ്ട്. 10 പേർക്ക് അയാൾ എന്ത് ചെയ്യുക? ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 10 പേർക്ക് വസ്ത്രം നൽകുക. അതേപോലെ 3-മത്തത് ഒരടിമയെ അയാൾ മോചിപ്പിക്കുക. 4-മത്തത് ഇവ 3ഉം അയാൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ 3 ദിവസം അയാൾ തുടർച്ചയായി നോമ്പെടുക്കുക എന്നതാണ്. അതേപോലെ തന്നെ ഒരാൾ അറിവില്ലായ്മ കൊണ്ടോ അല്ലാതെയോ അനുവദനീയമല്ലാത്ത ഒരു കാര്യത്തിൽ നേർച്ച നേർന്നാൽ അത് അയാൾ പൂർത്തിയാക്കേണ്ടതുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നദറ ഇല്ലാ ഫീമാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ് വലാ യമീന ഫീ ഖതിയത്തി റഹീം. അല്ലാഹുവിന്റെ വജ്ഹ് തേടുന്ന കാര്യങ്ങളിലല്ലാതെ നേർച്ചയില്ല. കുടുംബ ബന്ധത്തിൽ വിച്ഛേദിക്കുന്ന ശബ്ദങ്ങളിൽ പ്രായശ്ചിത്തവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റായ കാര്യത്തിന് നേർച്ച നേർന്ന വിഷയത്തിൽ അയാൾ തൗബ ചെയ്യുകയാണ് വേണ്ടത്. നേർച്ച എന്ന വിഷയം തന്നെ നമുക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ വിശാലമായ ചർച്ചകളുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് ശിർക്കൻ പ്രവർത്തനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ നമുക്കിത്തരം ജാറങ്ങളുമായി ഉറൂസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നു. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ, അതേപോലെ ചില മൃഗങ്ങളെ നേർച്ചയാക്കുന്ന ചില വലിയമാരെന്ന് പറയപ്പെടുന്നവരുടെ പേരിൽ ആടിനെ നേർച്ചയാക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇതെല്ലാം നിഷിദ്ധവും ശിർക്കുമാണ്. കാരണം ഇത് അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള നേർച്ചയാണ് എന്നതുകൊണ്ട് അവർക്കുള്ള ഇബാദത്തായി അത് മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേർച്ചയുടെ പേരിൽ നടക്കുന്ന ഇത്തരം പേക്കൂത്തുകൾക്ക്, സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ നിസ്സാരമല്ല. അത് ആളുകൾ ഇസ്ലാമിനെ തന്നെ തെറ്റിദ്ധരിക്കാൻ ആളുകൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അനാചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരം അനാചാരങ്ങളിൽ നിന്നും ശിർക്കുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകമായി ഉൾപ്പെടുത്താനുള്ളത്, നമുക്കൊരു സ്വതക്കക്കുള്ള ഒരവസരം മലപ്പുറം ജില്ലയിലെ തിരൂർ BP അങ്ങാടി എന്ന പ്രദേശത്ത് ഒരു പള്ളിയും അതേപോലെ അതിനോടനുബന്ധിച്ച് ഒരു മദ്രസയും അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുകാർ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഖുതുബയിൽ ഇത് സൂചിപ്പിക്കുന്നത് അടുത്ത വെള്ളിയാഴ്ച അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യമായ ഒരു സംഭാവന കൊണ്ടുവരിക എന്ന അർത്ഥത്തിലാണ് നേരത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് സൂചിപ്പിക്കുന്നത്. അതിന്റെ സ്ഥലമെടുപ്പും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി വലിയ ഭാരിച്ച ഒരു തുകയാണ് അവർ കണക്കാക്കുന്നത്. 60 ലക്ഷം രൂപയോളം അതിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു പള്ളി നിർമ്മാണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനം. മൻ ബന മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അവന് വേണ്ടി ആ നിർമ്മിച്ച ആൾക്ക് വേണ്ടി നാളെ സ്വർഗത്തിൽ അല്ലാഹു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ അയാൾക്കൊരു ബൈത്ത് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പള്ളി പൂർണ്ണമായി നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും അങ്ങനെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് കഴിയുന്നത് നമുക്ക് കൊണ്ടുവരാനും അതിൽ അണിചേരാനും നമുക്ക് സാധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെലവഴിക്കുന്നതും ബാക്കിയാക്കുന്നതിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട്
കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു നീ അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ നൽകി ആഫിയത്തോടെ തിരിച്ചു വരാൻ തൗഫീക്ക് നൽകണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, അള്ളാഹു നീ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അവരെയും നമ്മയും അള്ളാഹു നീ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, അള്ളാഹു നീ അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم إنا نسألك الجنة اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.